ഡിയർ സ്റ്റുഡൻസ്, നമ്മളിത് പഠിക്കാൻ പോകുന്ന ചാപ്റ്ററിൻ്റെ പേരെന്ന് പറയുന്നത് ബ്ലാങ്കറ്റ് ഓഫ് എർത്ത്. ബ്ലാങ്കറ്റ്. ആ ബ്ലാങ്കറ്റ് എന്ന് പറയുന്ന വാക്കിൽ തന്നെ ഉണ്ട്. എന്താണ് ബ്ലാങ്കറ്റ്? നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള കാര്യമാണ്. എന്താണ് ബ്ലാങ്കറ്റ്? ബ്ലാങ്കറ്റ് എന്ന് പറയുന്നത് നമ്മളെ എന്തിൽ നിന്നോ രക്ഷിക്കുന്ന, അല്ലെങ്കിൽ എന്താണ് ഒരു ക്ലൈമറ്റിൽ നിന്നോ, അല്ലെങ്കിൽ എന്താണ് എന്തിൽ നിന്നെങ്കിലും നമ്മളെ രക്ഷിക്കുന്ന ഒരു പുതപ്പല്ലേ? ഒരു പുതപ്പിനെയാണ് നമ്മൾ ആ വാക്കിനാണ് എന്ന് പറയുന്നത് ബ്ലാങ്കറ്റ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നതാണ് ബ്ലാങ്കറ്റ് ഓഫ് എർത്ത്. എർത്തിൻ്റെ ബ്ലാങ്കറ്റ്, അല്ലെങ്കിൽ എർത്തിൻ്റെ പുതപ്പ് എന്തെന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിൽ നമ്മൾ കുറച്ച് പോർഷൻസ് നമ്മളിപ്പോൾ നോക്കുന്നതാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് അറ്റ്മോസ്ഫിയറിക് കമ്പോസിഷൻസിനെ പറ്റി പഠിക്കാനുണ്ട്, പിന്നെ ഗ്യാസിനെ പറ്റി പഠിക്കാനുണ്ട്, മോയിസ്ചറിനെ പറ്റി പഠിക്കാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ചാപ്റ്ററിൽ തന്നെ പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ബ്ലാങ്കറ്റ് ഓഫ് എർത്ത്. ഈ വാക്കിൽ തന്നെയുണ്ട്. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരൊറ്റ വാക്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഈ ചാപ്റ്ററിൽ ആദ്യം പഠിക്കുക, നമ്മൾ ആദ്യം ഈ ബ്ലാങ്കറ്റ് ഓഫ് എർത്ത്, അല്ലെങ്കിൽ ബ്ലാങ്കറ്റ് എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കുന്നത് എന്തായിരിക്കും? എർത്തിൻ്റെ ബ്ലാങ്കറ്റ്. എല്ലാവരും വിചാരിക്കും ഓസോൺ. ഓസോൺ എന്നാണ് നമ്മൾ ആദ്യം വിചാരിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ ചാപ്റ്ററിൽ ഓസോണിനെ പറ്റി പഠിക്കാനുണ്ട്. പക്ഷേ നമുക്ക് ഓസോണിനേക്കാൾ മുൻഗണന, അല്ലെങ്കിൽ ഓസോണിനേക്കാൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ട് പഠിക്കാനുള്ളത് വേറൊരു ബ്ലാങ്കറ്റിനെ പറ്റിയാണ്. ഓസോൺ എന്ന് പറയുന്നത് നമ്മുടെ എർത്തിൻ്റെ ഔട്ടർ ലെയറിൽ വരുന്ന ഒരു ബ്ലാങ്കറ്റാണെന്ന് തോന്നുന്നു ഓസോൺ എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ഈ ചാപ്റ്ററിൽ ഫസ്റ്റത്തെ പോർഷനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് എർത്തിൻ്റെ അകത്ത്, ഇന്നർ ഭാഗത്തുള്ള ഒരു ലെയർ. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാണ്, നമ്മുടെ ഭൂമിയുടെ അകത്ത് ഒരു ഇന്നർ ലെയർ, അല്ലെങ്കിൽ എന്താണ് ഒരു ബ്ലാങ്കറ്റ് ഉണ്ട്. അതെന്തായിരിക്കും? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്താണ്? അറ്റ്മോസ്ഫിയർ. എന്താണ്? അറ്റ്മോസ്ഫിയർ. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ മൊത്തം പഠിക്കാൻ പോകുന്നത് അറ്റ്മോസ്ഫിയറിനെ പറ്റിയാണ്. അതിന് മുന്നേ തന്നെ നമുക്ക് വേറൊരു കാര്യം നോക്കാം. പ്ലാന്റ്സ് എല്ലാവരും കേട്ടിട്ടില്ലേ? പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെടികൾ, മരങ്ങൾ, വൃക്ഷങ്ങൾ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഈ പ്ലാന്റ്സ് എന്ന് വെച്ച് നമുക്ക് ഇത് പറയാം. നോക്കൂ, പ്ലാന്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ് ഇൻ റെഗുലേറ്റിംഗ് ദ എമൗണ്ട് ഓഫ് ഗ്യാസസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഗ്യാസസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോൾ വഹിക്കുന്ന ഒരു വസ്തുവാണ്, അല്ലെങ്കിൽ ഒരു സംഭവമാണെന്ന് തോന്നുന്നത് പ്ലാന്റ്സ്, അല്ലെങ്കിൽ ട്രീസ് എന്നറിയപ്പെടുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ശ്വസിക്കുന്നത് എന്താണ്ട? ഓക്സിജനും. നമ്മൾ റിലീസ് ചെയ്യുന്നത് എന്താണ്ട? കാർബൺ ഡൈ ഓക്സൈഡും. ഈ ഓക്സിജൻ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? പ്ലാന്റ്സിൽ നിന്നും കിട്ടും. പിന്നെ എന്താണ്? നമ്മൾ അറ്റ്മോസ്ഫിയറിൽ നിന്നും കിട്ടും, അല്ലേ? അപ്പോൾ നമ്മൾ ഈ പ്ലാന്റ്സിൽ നിന്നും ട്രീസിൽ നിന്നും നമുക്ക് എന്ത് കിട്ടൂടാ? ഓക്സിജൻ കിട്ടും. അപ്പോൾ എന്താണ്? പ്ലാന്റ്സ് എന്ത് റെഗുലേറ്റ് ചെയ്യും? ഗ്യാസസ് റെഗുലേറ്റ് ചെയ്യും. നമുക്ക് അതിൽ മനസ്സിലാവും. ഇറ്റ് ഈസ് ത്രൂ ദ പ്രോസസ് ഓഫ് ഫോട്ടോസിന്തസിസ് ദാറ്റ് ദ പ്ലാന്റ്സ് ഗ്യാദർ എനർജി ഫോർ ദർ ഗ്രോത്ത്. ഇൻ ദിസ് പ്രോസസ് പ്ലാന്റ്സ് ഇൻടേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഗീവ് ഓക്സിജൻ ഔട്ട്. നിങ്ങൾ മുൻപത്തെ ക്ലാസ്സിലൊക്കെ എന്താണ് ഈ ഫോട്ടോസിന്തസിനെ പറ്റി കേട്ടിട്ടില്ലേ? ഫോട്ടോസിന്തസിസ് നമ്മൾ ബയോളജി ക്ലാസ്സസിലായാലും, അല്ലെങ്കിൽ എന്താണ് സയൻസ് പരമായിട്ടുള്ള ക്ലാസ്